നിന്റെ ലോകം സ്വപ്നങ്ങൾ സഞ്ചരിക്കുന്ന വഴികൾ ഒരു യാതങ്ങൾ ഓരോ കഥകൾ നമ്മുടെ മനസ്സിൽ പടരുന്ന പ്രകാശം സഞ്ചാരം തുടരും നമ്മുടെ യാത്ര നിൻ സംരക്ഷണത്തിൽ. അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു ഫുഡ് വ്ളോഗാണ്. ഫുഡ് വ്ളോഗ് എന്നല്ല, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ ഒരു ഷവർമ ഉണ്ടാക്കി നോക്കിയാലെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഒരു റെസിപ്പിയും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയും നമ്മൾ കഴിച്ചു നോക്കുന്ന രീതിയൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം സക്സസ് ആവുക ഫ്ലോപ്പ് ആണെന്ന് അറിയത്തില്ല, എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മുടെ ഷവർമയ്ക്ക് നമ്മളിവിടെ 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി ചിക്കൻ മാറ്റാം. നമ്മുടെ ആവശ്യമുള്ള പച്ചക്കറികൾ എടുക്കാം. നമ്മളിത് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി, ക്യാരറ്റ്, ഉള്ളി, അതുപോലത്തെ കുറച്ച് പച്ചക്കറികളാണ് നമ്മുടെ വീട്ടിലുള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. ജസ്റ്റ് ഇപ്പം പിന്നെ നമ്മൾ കുറച്ച് പൊടികൾ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, കുരുമുളക്, കറുത്തപ്പൊടി. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് ഇതിൽ കട്ട് ചെയ്യണം. പിന്നെ മസാല അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളൊരു ബീഫിൻ്റെ സൈസ് അനുസരിച്ചുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനിയിപ്പം അതിൻ്റെ ഒരു മസാലയുടെ മിക്സ് ഉണ്ടാക്കാം. അപ്പോൾ അത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അത് മഞ്ഞൾപ്പൊടി വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം മുളക് പൊടി അടുത്തത്. നെക്സ്റ്റ് ഗരം മസാല, അത് സ്വല്പം തുള്ളി മതി. അപ്പോൾ ഗൈസ്, അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഒരു 2-3 സ്പൂൺ തൈര് ഇടാം. അപ്പം നമുക്കിനിയും നമ്മളൊരു 2 നാരങ്ങ പിഴിഞ്ഞ് വേണം. നമ്മൾ അതിപ്പം വലുതാണെങ്കിൽ 1 വിട്ടാൽ മതി, ചെറുതാണെങ്കിൽ ഒരു 2 അല്ലെ 1.5. അപ്പം നമുക്കിനിയും ഈ ഇട്ട സംഭവങ്ങളൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഈ ഒരു മസാല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചിക്കൻ ഒന്നിട്ട് കൊടുക്കാം. നമുക്കിനി ചിക്കൻ ഇതിനകത്തൊന്ന് മിക്സ് ആക്കാം. പിന്നെ നമുക്ക് ഈ ഒരു ഇത് മിക്സ് ആയിക്കഴിഞ്ഞ് ഒന്നെങ്കിൽ 30 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് തന്നെ അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഇടാം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇടാം. ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ട് ആ ചിക്കൻ കുറച്ച് നേരം മാറ്റി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ആദ്യം കാണിച്ച ആ ഒരു വെജിറ്റബിൾസ് എല്ലാം നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സിലേക്ക്. അപ്പോൾ ഗൈസ്, നമുക്കിനി ആ ഒരു വെട്ടി വെച്ച ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ പാത്രം അടിച്ച് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ആവാനുള്ള ഒരു ചിക്കൻ എടുത്തിടാം. അപ്പോൾ ഗൈസ്, കുറച്ച് നേരം ഇതൊന്ന് ചൂടാവാൻ വിടുക. എന്നിട്ട് ഒന്ന് നമുക്ക് തിരിച്ചിടാം.
നമ്മളിത് ഒരു ഭാഗം ചെറുതായിട്ട് ചൂടാക്കി അതുപോലെ നമുക്ക് മറ്റു ഒരു സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അത്യാവശ്യം ഗോൾഡ് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ അത്ര ഫ്രൈ ആയി ഒക്കെ വേണം, നമുക്ക് അത്ര ഫ്രൈ ആയിട്ടുള്ളൊരു ഷെയ്ഡ് വേണ്ട കാര്യങ്ങൾ വേണം. ഇപ്പം നമുക്കിത് മാറ്റിയിട്ട് അതിൽ നമുക്ക് കുറച്ചുകൂടി ചിക്കൻ ബാക്കി കിടപ്പുണ്ട്, അപ്പോൾ അതെടുത്തിടാം. സഞ്ചരിക്കുന്ന വഴികൾ ഒരു യാതങ്ങൾ ഓരോ കഥകൾ നമ്മുടെ മനസ്സിൽ പടരുന്ന പ്രകാശം. സഞ്ചാരം തുടരും നമ്മുടെ യാത്ര നിൻ സംരക്ഷണത്തിൽ. വഴികൾ നിൻ മനസ്സിൽ സച്ചിൻ ബോക്സ് നിന്റെ കൈകളിൽ. അത് കഴിഞ്ഞ് ഫോൺ ചെയ്ത് കഴിഞ്ഞ ഒരു പരുവം ഈ ഒരു കളറിൽ ആയി. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അടുത്ത ചിക്കൻ നമ്മളിവിടെ ഫ്രൈ ചെയ്യാനായിട്ടുണ്ട്. അതിനടുത്ത് പൊറോട്ട നോക്കാം. നമുക്കിവിടെ ഇരിക്കുന്ന പൊറോട്ടയാണ്. പൊറോട്ടയ്ക്കകത്ത് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സലാഡ് ഇട്ട് കൊടുക്കാം. ഇനിയും വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നല്ലൊരു സംഭവമാണ്, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഉണ്ടാക്കിയത് നല്ലൊരു സംഭവമാണ്. മയോണൈസ് എല്ലാം ഇട്ടിട്ടുണ്ട്, പൊടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വയറിന് അസുഖം വരാമൊക്കെ നോക്കുക. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉണ്ടാക്കുക. അപ്പം ഇതേ പറയാനുള്ളൂ. നമുക്ക് നമ്മുടെ ഒരു കൊച്ചുകായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് കൊടുക്കുക. നല്ലൊരു സംഭവമാണ്. നമ്മൾ കഴിച്ചു നോക്കി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം പുറത്തെ ഷവർമ്മകളുടെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടു. മയോണൈസ് എല്ലാം സംഭവമുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. സഞ്ചാരം തുടരും നമ്മുടെ യാത്ര നിൻ സംരക്ഷണത്തിൽ.